ഫിഫ ക്ലബ് ലോകകപ്പിന്റെ റൗണ്ട് ഓഫ് 16 പോരാട്ടത്തിൽ ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലുമിനൻസെ ഇറ്റാലിയൻ വമ്പന്മാരായ ഇന്റർ മിലാനെ അട്ടിമറിച്ച് ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി. ഷാർലറ്റിലെ ബാങ്ക് ഓഫ് അമേരിക്ക സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു ബ്രസീലിയൻ ക്ലബിന്റെ വിജയം. ജർമ്മൻ ഗാനോയും ഹെർക്കുലസുമാണ് ഫ്ലുമിനൻസയ്ക്കായി ഗോളുകൾ നേടിയത്. മത്സരത്തിന്റെ 3-ാം മിനിറ്റിൽ ജോൺ ആരിയാസിന്റെ ക്രോസിൽ നിന്ന് ഇന്റർ ഡിഫൻഡർ അലക്സാണ്ടർ ബാസ്റ്റോണിയുടെ ഡിഫ്ലക്ഷനിലൂടെ ലഭിച്ച പന്ത് കാനോ ഹെഡറിലൂടെ വലയിലെത്തിച്ചു. മത്സരം അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ ഹെർക്കുലസ് 18 വാര അകലെ നിന്ന് തൊടുത്ത ലോ ഷോട്ടിലൂടെ 2-ാം ഗോൾ നേടി ഫ്ലുമിനൻസിന്റെ വിജയം ഉറപ്പിച്ചു. 44-കാരനായ ഗോൾ കീപ്പർ ഫാബിയോ 4 സേവുകൾ നടത്തി ടീമിന്റെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു. 40-കാരനായ ടീം ക്യാപ്റ്റൻ തിയാഗോ സിൽവയുടെ നേതൃത്വത്തിൽ കളിച്ച ഫ്ലുമിനൻസെ 2023 കോപ്പ ലിബർട്ടഡോറസ് ജേതാക്കളായാണ് ടൂർണമെന്റിന് യോഗ്യത നേടിയത്. ചാമ്പ്യൻസ് ലീഗ് ഫൈനലിസ്റ്റുകളായ ഇന്റർ മിലാനെ പരാജയപ്പെടുത്തിയ ഈ വിജയം ബ്രസീലിയൻ ഫുട്ബോളിന്റെ ആഗോള മികവ് വെളിവാക്കുന്നതാണ്. ഫ്ലുമിനൻസെ ഇപ്പോൾ ഒർലാൻഡോയിൽ നടക്കുന്ന മാഞ്ചസ്റ്റർ സിറ്റി അൽ ഹിലാൽ ക്വാർട്ടർ ഫൈനലിലെ വിജയികളെയായിരിക്കും നേരിടുക. ഇന്റർ മിലാന്റെ 2024-25 സീസൺ നിരാശാജനകമായിരുന്നു. ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ പാരീസ് സെന്റ് ജർമ്മനോട് 5-0 തോറ്റതിന് പിന്നാലെയാണ് ഈ പരാജയം. ഫ്ലുമിനൻസിന്റെ ഈ വിജയം പാൽമേറാസിന് പുറമെ ക്വാർട്ടർ ഫൈനലിലെത്തുന്ന 2ാമത്തെ ബ്രസീലിയൻ ടീമാക്കി അവരെ മാറ്റി. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.